മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹദി അവരെ കുറിച്ചാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദാ തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയ്യാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. മറിയം ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധമാക്കപ്പെട്ട പലസ്തീനിലുള്ളതാകുന്ന പുണ്യമായ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്ത് ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ അല്ലാഹു പറഞ്ഞു വിടുകയാണ്. മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് കടന്നു വന്നപ്പോൾ തന്നെ മഹദിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ മാസങ്ങളായി വർഷങ്ങളായി ഒരാളെ പോലും കാണാതെ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാതെ മറ്റാരോട് പോലും ദർശനം നടത്താതെ പരിശുദ്ധമായ ദിക്റും ചൊല്ലി പരിശുദ്ധമായ ഇബാദത്തിനായി കഴിച്ചു കൂട്ടിയതായ മഹദി അവരുടെ തിരുസവിധത്തിലേക്ക് ഒരന്യരാകുന്ന പുരുഷൻ റൂമിനുള്ളിലേക്ക് കടന്നു വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹവുമായി 10 മിനിറ്റ് എന്നാ സംസാരിക്കാമെന്ന് പറഞ്ഞില്ല. നമുക്കൊരു 10 മിനിറ്റ് കുശലാന്വേഷണങ്ങൾ നടത്താമെന്ന് മഹദി അവറുകൾ ചിന്തിച്ചില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് പരിശുദ്ധമായ ഖുർആൻ എടുത്തു ഉദ്ധരിക്കുകയാണ്. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. അന്യരാകുന്ന പരപുരുഷന്മാര് റൂമിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ 10 മിനിറ്റ് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അടുത്തിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇറങ്ങിപ്പോകൂ എന്ന അർത്ഥത്തിൽ പറയുകയാണ്. കാരുണ്യവാനാകുന്ന പടച്ച റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. മിങ്ക നിന്നെ തൊട്ട് കാവൽ തേടുകയാണ്. അല്ലാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് നീയെങ്കിൽ ഒന്ന് പുറത്തു പോകണേ, പുറത്തു പോകണേ. ഇന്നത്തെ നവതലമുറയിലുള്ള യുവതികൾ ചിന്തിക്കേണ്ട വാക്കാണ്, ചെറുപ്പക്കാർ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായ വാക്കാണ്. മാസങ്ങളായി വർഷങ്ങളായി അന്യരാകുന്ന പരപുരുഷന്മാരോട് സംസാരമില്ല. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കുന്നതിനിടയിൽ ഒരന്യരാകുന്ന പുരുഷൻ റൂമിൽ വന്നപ്പോൾ എന്നാൽ ഒരു 10 മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതുന്നില്ല. നീ പുറത്തു പോകണേ, പുറത്തു പോകണേ. അല്ലാഹുവിനെ ഭയക്കുന്നവനാണ് എങ്കിൽ മാറിപ്പോകണേ, മാറിപ്പോകണേ. മലക്കാണ് വന്നിരിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിൽ. പക്ഷെ മനുഷ്യന്റെ കോലത്തിൽ വന്നതുകൊണ്ട് ഉടനെ പറഞ്ഞു ഇറങ്ങിക്കോ. എത്ര സൂക്ഷ്മതയാണ് അവർ. വെറുതെ അല്ല മറിയം ബീവി റളിയല്ലാഹു അൻഹയൊന്നും ഉത്തമമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തഹരീമിൽ അല്ലാഹു അവരുടെ പേരാണ് എടുത്തു പറഞ്ഞത്. ലോക മുസ്ലിമീങ്ങൾ ഒന്നായി പഠിക്കേണ്ടതാകുന്ന പാഠമാണ് മറിയം ബീവിയിലുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിന്റെ രാത്രികളിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. പരിശുദ്ധമായ ഖുർആൻ ഓതണേ, യാസീൻ ഓതണേ, വാഖിഅ ഓതണേ, സൂറത്തുൽ മുൽക്ക് ഓതണേ, സൂറത്തു സദദ് ഓതിക്കൊണ്ട് നിലകൊള്ളണേ. പുണ്യമാക്കപ്പെട്ടതായ സൂറത്തുകൾ നീ പാരായണം ചെയ്യണേ, പാരായണം ചെയ്യണേ. സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണേ. പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം ചെയ്യേണ്ട സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അത് ഓതിയാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? മൻ ഖറാ ഹാമീം വദ്ദുഹാൻ, ആരെങ്കിലും ഹാമീം വദ്ദുഹാൻ എന്നുള്ള പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ, രാത്രിയിലാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ യസ്തഗ്ഫിറൂന ലഹു 70
അൽഫ മലകിൻ ഹത്താ യുസ്ബിഹാ. പ്രഭാതം വരെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിച്ചുകൊണ്ട് 70,000 മലക്കുകളെ അല്ലാഹു വിടുകയാണ്. ആകാശത്തിന്റെ ദിവനായ പടച്ചറബ് 70,000 മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിക്കാൻ അയക്കുകയാണ്. ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്തു ദുഹാൻ പാരായണം ചെയ്ത് സലാം വീട്ടുമ്പോഴേക്ക് അത് ഓതി ഖത്മ തീർക്കുമ്പോഴേക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പാപമോചനത്തിന് തേടുകയാ. അല്ലാഹുമ്മ ഗഫിർ ലഹാ. അല്ലാഹുവേ പടച്ച റബ്ബേ 5000 ഈ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിൽ 5000 പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ. ഒന്നല്ല 10 അല്ല 70,000 മലക്കുകളാണ് സുബ്ഹി വരെ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്നതായ സഹോദര സഹോദരി, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കാഴ്ചയെ പറ്റിയും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കേൾവി ശക്തിയെ പറ്റിയും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഹൃദയത്തെ പറ്റിയും നീ എന്തേ ചിന്തിക്കാതെ പോയത്? ഈ അവയവങ്ങളെല്ലാം അല്ലാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യ മാനവ, നിനക്ക് നൽകിയ കാഴ്ചയെ പറ്റിയും നിനക്ക് നൽകിയതാകുന്ന കേൾവി ശക്തിയെ പറ്റിയും നിനക്ക് നൽകുന്നതാകുന്ന ഹൃദയത്തെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിന്നോട് ചോദിക്കുമേ. ചോദിക്കാതെ ഒരാളെയും അല്ലാഹു വെറുതെ വിടുകയില്ല. എല്ലാത്തിനെ പറ്റിയും ചോദിക്കും. ഈ കാതുകൊണ്ട് നീ എന്ത് കേട്ടു? ഈ നാവ് കൊണ്ട് നീ എന്താണ് സംസാരിച്ചത്? ഈ കയ്യും കാലുകൊണ്ട് നീ എന്ത് നന്മ ചെയ്തു? എത്ര നിസ്കരിച്ചിട്ടുണ്ട്? എത്ര നോമ്പ് നോറ്റിട്ടുണ്ട്? എത്ര സക്കാത്ത് കൊടുത്തു? ഏതെല്ലാം നിലയ്ക്ക് നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരണം നടത്തി? അതല്ല സിനിമ കണ്ടും സീരിയൽ കണ്ടും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയായിരുന്നോ? നിന്നോട് ചോദിക്കും. ചോദിക്കാതെ അല്ലാഹു ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നവരില്ലേ, നഊദു ബില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ് ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലാണ്. അർത്ഥമറിയാത്ത സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? 5000 പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ.
ഈ ദുനിയാവിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ തുടങ്ങി വെച്ച് അതിന്റെ അവസാനം വരെ പൂർത്തീകരിച്ച് വീണ്ടും തുടങ്ങി വെക്കുന്നതായ പ്രവർത്തനമാണ് ഇത്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അയ്യായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ആയുസ് എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട്? 25 കഴിഞ്ഞവരില്ലേ? 30 കഴിഞ്ഞവരില്ലേ? 40 കഴിഞ്ഞു പോയവരില്ലേ? 50ഉം 60ഉം എത്തിയതാകുന്ന ഉപ്പമാരില്ലേ, ഉമ്മമാരില്ലേ? നിന്റെ ആയുസിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരുണ്ടോ? ചിന്തിക്കണേ, എവിടേക്കാണ് നീ പോകുന്നത്? ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ഹൃദയത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ടോ? ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സർവരും മരണത്തെ പുൽകിയില്ലേ, പുൽകിയില്ലേ? ഏത് നടനാണ് മരിക്കാത്തതുള്ളത്? ഏത് നടിയാണ് മരണത്തെ പുൽകാത്തതുള്ളത്? ജനങ്ങളെ മുഴുവനെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യനടിയായി ഈ ലോകത്ത് നിലകൊണ്ടതാകുന്ന സുബി സുരേഷ് എന്ന് പറയുന്ന സഹോദരി 41ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോയില്ലേ? ശരീരത്തിന്റെ ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിനും മരണത്തിന് കീഴടങ്ങിയില്ലയോ? മാള അരവിന്ദൻ മരണത്തിന് കീഴടങ്ങിയില്ലയോ? ആരാണ് മരിക്കാത്തത് മുസ്ലിമേ? ആരാണ് മരണത്തെ പുൽകാതെ പോകുക? ആ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നീ പോകുമ്പോ അവിടെ നിനക്ക് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയായി പരിശുദ്ധമായ ഖുർആൻ നിനക്ക് കടന്നു വരേണ്ടതില്ലയോ? ഈ ദുനിയാവിൽ ഖുർആൻ നീ പാരായണം ചെയ്തിട്ടുണ്ടോ? അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാർ പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ മാസം കടന്നു വന്നാൽ അവർ ഈ മാസത്തിൽ ഖുർആൻ ഓതുകയാണ്, ഖുർആൻ ഓതുകയാണ്. റമളാനിൽ മാത്രമല്ല മുസ്ലിമേ ഖുർആൻ ഓതേണ്ടത്, ശഹ്റുൽ ഖുർആൻ ഖാരിഈങ്ങളുടെ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ഖുർആൻ ഖത്മുകൾ തീർക്കുന്ന മാസമാണ്. ഖുർആൻ ഖത്മുകൾ മുൻഗാമികൾ തീർത്തിരുന്ന മാസമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഡെയിലി ഖത്മ് തീർത്തിരുന്ന മഹാനല്ലേ. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാലോ എല്ലാ ദിവസവും 2 ഖത്മകൾ പൂർത്തീകരിക്കുകയാണ്. ആഴ്ചയിലല്ല, മാസത്തിലല്ല, വർഷത്തിലല്ല, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സായം സന്ധ്യയിൽ ഓതി തീർത്തതല്ല. എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതുകയാ. മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ്? അവരുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു. കന്നുകാലികളെ പോലെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിയുന്നതായ മുസ്ലിമായി നവതലമുറ മാറിയില്ലേ? ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവരല്ലേ? മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ മലീമസപ്പെടുത്തിയതല്ലേ? ഖുർആൻ കേൾക്കാൻ തയ്യാറാകാത്ത വിഭാഗമായി, ഖുർആൻ ഓതാൻ തയ്യാറാകാത്ത വക്താക്കളായി ഇന്നത്തെ നവതലമുറ മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആൻ ബൽവ ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. എന്തിനാണ് 5000 പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് സ്നേഹാദരവുകൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമെന്ന് തങ്ങൾ ഉസ്താദ് പറയുന്നത്? എന്തിനാണ് കുമ്മന ഉസ്താദ് നിങ്ങളോട് ഉണർത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കണേ, കേൾക്കണേ, കേൾക്കണേ. യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ. ഈ ദുനിയാവിലെ സർവ്വ ബലാമുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി കളയുമേ. ഏതെല്ലാം പ്രയാസങ്ങളാണ് മനുഷ്യ നിന്റെ ജീവിതത്തിലുള്ളത്? സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരില്ലേ? മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ? മക്കളില്ലാത്തവരില്ലേ?
ഹൈറായ ഇണകളെ കിട്ടാതെ വിഷമിക്കുന്നവരില്ലേ? കുടുംബജീവിതം ചന്ന ഭിന്നമായ ആളുകളില്ലേ? ദാമ്പത്യ ജീവിതം താറുമാറായതായ ആളുകളില്ലേ? എല്ലാ പ്രതിസന്ധികളിലും നിനക്ക് രക്ഷയാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു നൽകിയതായ മനുഷ്യന്റെ കാറ്റലോഗാണ്, വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആനിൽ വലിച്ചെറിഞ്ഞ വിഭാഗമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? ലോകം മുഴുവനും അശ്രദ്ധയിലേക്ക് മാറ്റപ്പെട്ടതായ ദിനരാത്രങ്ങളായി നമ്മുടെ തലമുറ മാറിയില്ലേ? ആ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കണേ ഉമ്മ, ഖുർആൻ ഒന്ന് ഓതണേ. ആ ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണേ. മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, ദീൻ പഠിക്കുന്ന മക്കൾ, അവര് പരിശുദ്ധമായ ഖുർആൻ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒന്ന് ഓതട്ടെ. ഓതിയാലൊന്ന് കേൾക്കണേ. എത്ര ബറക്കത്താണ്. ഇതാ നിന്റെ മുന്നിൽ പരിശുദ്ധമായ ശഅബാനിന്റെ ബറാത്തിന്റെ സുദിനം കടന്നു വരുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിൽ 3 യാസീൻ നീ പാരായണം ചെയ്യണേ. എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനമാണ്, എല്ലാവിധ ഖൈർ ബറകാത്തുകൾക്കും നേട്ടമാണ്. സലഫു സാലിഹീങ്ങൾ നമുക്ക് കൈമാറി തന്ന ആശയമാണ്, ആദർശമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അത് മുടങ്ങാതെ കൃത്യമായി കൊണ്ടുപോകണേ. ആദരവായ പ്രവാചകർ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവ് എത്തിയാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, അതിന്റെ രാത്രികളിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. പരിശുദ്ധമായ ഖുർആൻ ഓതണേ, യാസീൻ ഓതണേ, വാഖിഅ ഓതണേ, സൂറത്തുൽ മുൽക്ക് ഓതണേ, സൂറത്തു സദദ ഓതിക്കൊണ്ട് നിലകൊള്ളണേ. പുണ്യമാക്കപ്പെട്ടതായ സൂറത്തുകൾ നീ പാരായണം ചെയ്യണേ. സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണേ. പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല, എല്ലാ ദിവസവും നീ പാരായണം ചെയ്യുന്ന സൂറത്താ. അല്ലാഹുവിന്റെ റസൂൽ അത് ഓതിയാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? മൻ ഖറാ ഹാമീം വദ്ദുഹാൻ, ആരെങ്കിലും ഹാമീം വദ്ദുഹാൻ എന്നുള്ള പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ, രാത്രിയിലാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ യസ്തഗ്ഫിറൂന ലഹു 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹാ, പ്രഭാതം വരെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിച്ചുകൊണ്ട് 70,000 മലക്കുകളെ അല്ലാഹു വിടുകയാണ്. ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് 70,000 മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിക്കാൻ അയക്കുകയാണ്. ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്തു ദുഹാൻ പാരായണം ചെയ്ത് സലാം വീട്ടുമ്പോഴേക്ക്, അത് ഓതി ഖത്മ തീർക്കുമ്പോഴേക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പാപമോചനത്തിന് തേടുകയാ. അല്ലാഹുമ്മ ഗഫിർ ലഹാ, അല്ലാഹുവേ പടച്ചറബേ 5000 ഈ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിൽ 5000 പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ. 1 അല്ല 10 അല്ല 70,000 മലക്കുകളാണ് സുബ്ഹി വരെ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി വസൂമൂ നഹാറഹാ. 15ന്റെ പകലിലെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമൽ ചെയ്യാമോ എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഫത്വ നൽകുകയാണ്, നിങ്ങൾ ചെയ്തു കൊള്ളുക, 13, 14, 15 നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളുക, പ്രതിഫലമാണ്. എല്ലാ അറബി മാസവും 13, 14, 15 3 ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ പവിത്രതയാണ്. അയ്യാമുൽ ബീളുമുണ്ട്, അയ്യാമുൽ സൂദുമുണ്ട്. പഠിക്കണേ, നമ്മളൊരു സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമലിന് ലഭിക്കണം. അതിനാണ് ഇത് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറബി മാസം 13, 14, 15 തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ വരുന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. നോമ്പ് ഇൻഷാ അല്ലാഹ് പിടിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ മഹല്ലത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാളും അതിന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിയ്യത്ത് വെക്കൻ, അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് വെക്കൻ, അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുണ്ടാവും, അതുകൂടി നിയ്യത്ത് ചെയ്യൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നിയ്യത്തുകളൊക്കെ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും. റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുള്ളവർ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ഒരു കാര്യം മസലയാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണേ. ഫർളായ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ അത് ഖളാ വീട്ടുമ്പോഴും രാത്രിയിൽ തന്നെ നിയ്യത്താക്കണം. രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഷർത്തുള്ളത്. ഒന്ന് തഅയീനാണ്, മറ്റൊന്ന് തബീത്താണ്. അഥവാ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം. അതിപ്പോ റമദാനിലെ നോമ്പ് നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് തബീത്താണ്, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അഥവാ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്തിരിക്കണം. അപ്പൊ രാവിലെ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കും, ആ സമയത്ത് നോമ്പ് ഖളാ വീട്ടാനുള്ളവരാണ് പറയുന്നത്. സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആഹാരപാനീയങ്ങൾ കഴിക്കാതെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും. ആ മസല നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്നതുമാണ്. ഫർളായ നോമ്പ് കൂടി കരുതണമെങ്കിൽ എപ്പോഴും നിയ്യത്ത് ചെയ്തിരിക്കണം, രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് നോമ്പ് വെച്ച് പിന്തിക്കുന്നുണ്ട്. സാധാരണ മുമ്പൊക്കെ ശവ്വാലിൽ തന്നെ നോറ്റ് വീട്ടുമായിരുന്നു. റമദാനിൽ പറ്റാതിരുന്ന നോമ്പ് അതവർ അതിപ്പോ തന്നെ വീട്ടുമായിരുന്നു. പലരും അത് അശ്രദ്ധ വെച്ച് പിന്തിച്ച് ഇതുവരെ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ ശഅബാൻ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാനും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ മുത്തുകൂടി കൊടുക്കണം. 800 മില്ലി ലിറ്റർ കൂടി നീ കൊടുക്കണം. ഫിദിയ, പ്രായശ്ചിത്തമായി കൊടുക്കണം. പറഞ്ഞാൽ ഈ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാനുള്ളതാകുന്ന സഹോദരിമാർ ഈ റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടണം. വീട്ടാതെ അത് പിന്തിച്ച് ഈ റമദാനും കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ വീട്ടുമ്പോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് 800 മില്ലി ലിറ്റർ കൂടി കൊടുക്കണം. എന്ത് മാത്രം പോരാ, നോമ്പ് മാത്രം പിടിച്ചു വീട്ടിയാൽ പോരാ. ഓരോ വർഷം കഴിയും തോറും മുത്തിന്റെ എണ്ണം കൂടി വർദ്ധിക്കും. അള്ളാഹു മലക്കാക്കട്ടെ. 10 കൊല്ലത്തെ നോമ്പുണ്ടെങ്കിൽ 10 നോമ്പും വീട്ടേണ്ടി വരും. ഓരോ 10 കൊല്ലത്തിന് മുമ്പ് ഒരു നോമ്പാണ് എങ്കിൽ 10 നോമ്പും വീട്ടണം. അതോടൊപ്പം തന്നെ 10 മുത്തും കൊടുക്കേണ്ടി വരും. അല്ലാഹു മലക്കാക്കട്ടെ. അല്ലാഹു അല്ല, 10 മുത്തും കൊടുക്കണം, ഒരു നോമ്പും വീട്ടണം. ഒരു നോമ്പൊന്ന് വീട്ടിയാൽ മതി, 10 മുത്ത് കൊടുക്കേണ്ടി വരും. ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അധികരിക്കുകയാണ്. അങ്ങനെ വീട്ടാത്ത എത്ര ആൾ പ്രായപൂർത്തി എത്തിയ തലം മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ, അത് ശ്രദ്ധിക്കാതെ പോയ എത്ര ആളുകളുണ്ടാവും. അത് നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം പോരാ, ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം, ഓരോ മുത്തുകൂടി എണ്ണം കൂടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് ഓരോരുത്തർക്കും അവരവർക്ക് എത്രയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം. ഒരു മുദ്ദ അരിയാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ മീഡിയം നിലയ്ക്കുള്ള ഒരു വ്യക്തിയുടെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്താൽ എത്രയാണോ കൈക്കൊമ്പിൽ കൊള്ളുക അത്രയും അരിയാണ്. 800 മില്ലി ലിറ്ററാണ് കണക്ക് പ്രകാരം അരിയാണ് കൊടുക്കേണ്ടത്. സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഓരോ വർഷം കഴിഞ്ഞെങ്കിൽ മതി. കഴിഞ്ഞ വർഷം റമദാനിലെ നോമ്പ് ഈ റമദാന് മുമ്പ് വീട്ടിയാൽ അരി കൊടുക്കേണ്ടതില്ല, ഈ മുദ്ദ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നേരത്തെ വീട്ടാൻ പറയുന്നത്. അതിനാണ് ഇതിനിടയിലൊക്കെ സുന്നത്ത് നോമ്പ് വെച്ചത്. 6 നോമ്പുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് തുടർച്ചയായിട്ട് 6 നോമ്പുണ്ടായിരുന്നു. ശവ്വാലില്ല, പിടിച്ചില്ല. അവിടെ പിടിച്ചിരുന്നെങ്കിൽ റമദാനിലുള്ള ഹൈലിന്റെ സമയത്തുള്ളതാകുന്ന 6 നോമ്പ് അവിടെ വീടിപ്പോയാൽ അതൊന്നും ശ്രദ്ധിക്കലില്ല. വലിയ ആ സമയത്ത് ലുലുമാളിൽ പോയി കറങ്ങി, കുറച്ചേരം ബീച്ചിലൊക്കെ പോയിരുന്ന് റാഹത്തായി ടാറ്റ അടിച്ചിങ് വന്നു. രണ്ട് സിനിമയും കണ്ട്, റോഷാക്കം കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വലിയ എല്ലാം കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ.